ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചാങ്കി എയർപോർട്ടിലുള്ള ടെർമിനൽ 2 ആണ്. ഇവിടെ ഈ ടെർമിനൽ 2വിലെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഇവിടെ ഈ ടെർമിനൽ 2വിൽ അവരൊരു വലിയൊരു കാട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. മെസ്സി ആയിട്ടുള്ളൊരു കാടല്ല, പക്ഷെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു വലിയൊരു ബിൽഡിങ്ങിനകത്ത് തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. കാരണം ഞാൻ പണ്ടേ ഒരു സ്നേഹിയാണ്. പ്രത്യേകിച്ച് മീനുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ടെർമിനലിൻ്റെ ഒത്തിരി ഭാഗത്ത് ഇപ്പം ഞാൻ കാണിക്കുന്നത് ഒരേ ഒരു ഭാഗമാണ്, പക്ഷേ ഈ ടെർമിനലിൻ്റെ ഒത്തിരി ഭാഗത്ത് ഇതുപോലുള്ള മീൻകുളങ്ങൾ, ശരിക്കും മീൻകുളങ്ങൾ എന്ന് തന്നെ പറയാം. അതായത് നമ്മുടെ നാട്ടിൽ ടാങ്കിലിട്ട് വളർത്തുന്ന പോലെ ഇവിടെ ഇട്ടിരിക്കുന്ന ഗ്ലാസ് ടാങ്കിലാണ്. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പം നമ്മുടെ ഒരു മുട്ടിൻ്റെ അത്ര ഹൈറ്റ് ഉണ്ടാവും ഈ പറയുന്ന ടാങ്കിന്. അതുപോലെ കൈ നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഒരു 2-5 ഇഞ്ച് വീതിയിലാണ് ഈ പറയുന്ന ടാങ്കിൻ്റെ തിക്നെസ്. അതുകൊണ്ട് പൊട്ടിയാലും തട്ടിയാലും മുട്ടിയാലും ഒന്നും പൊട്ടത്തില്ല. ഈ മീന് ഇതിനകത്ത് വളരെ സേഫ് ആയിരിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ റൂഫിംഗ് ആണ്. ഇതിൻ്റെ റൂഫിൽ ഇവർ ലൈറ്റ് വെച്ചിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതായത് ഇപ്പോൾ ഇരിക്കുന്നത് ഒരു വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഓഷ്യൻ്റെ തീമാണ്. അതിനകത്ത് ടർട്ടിലും സ്റ്റിംഗ്രയും പലതരത്തിലുള്ള കടൽ മീനുകൾ പോകുന്നത്. ഇത് ഇപ്പോൾ കണ്ടത് നമ്മൾ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ്. ഇതാണ് ശരിക്കും ലോങ് സൈറ്റ്. ഇത് വളരെ മനോഹരമാണ്. നമുക്ക് ശരിക്കും ഇത് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഫീല് തരുന്നു. ഇവിടുത്തെ ഈ പച്ചപ്പും മൃദുവായ സംഗീതവും ശാന്തമായ അന്തരീക്ഷവും എല്ലാം നമ്മുടെ മനസ്സിനെ ശരിക്കും വേറൊരു ലോകത്തോട്ട് എത്തിക്കും. ഇവിടെ പ്രകൃതിയും മനുഷ്യനും ഒത്തിണങ്ങുന്നത് പോലെ തന്നെ ഇവിടെ സംഗീതത്തിൻ്റെ കൂടെ അവിടെ ഇവിടെയൊക്കെ വെള്ളച്ചാട്ടം, അതായത് മുകളിൽ നിന്ന് താഴോട്ട് 1/1 ഡ്രോപ്പ് ആയിട്ട് ഇറ്റിറ്റായിട്ട് വെള്ളം വീഴുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ആ ഇറ്റിറ്റ് വീഴുന്ന വെള്ളത്തിൻ്റെ ശബ്ദം പോരാത്തതിന് ചെറിയൊരു ലൈറ്റ് മ്യൂസിക്, എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് മ്യൂസിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം വെള്ളം, ചെടി, അതുപോലെ മീനുകൾ, മുകളിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, ശാന്തമായ അന്തരീക്ഷം, ഇങ്ങനത്തെ എല്ലാം കൂടി നമ്മുടെ ടെൻഷൻസ് എല്ലാം വളരെ റിലീവ്ഡ് ആവും. നമുക്കൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ കിട്ടും. ഇവിടെ നമുക്ക് വളരെ നല്ലൊരു ശാന്തത അനുഭവിക്കാം. നമ്മൾ ഈ നടന്നു പോകുന്നത് ശരിക്കും ഈ ഒരു വലിയൊരു ടാങ്കാണ്. ഈ ടാങ്കിൻ്റെ മുകളിൽ നല്ല തിക്കായിട്ടുള്ള ഗ്ലാസ് പാളി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ആൾക്കാർ അവിടെ നടക്കുന്നത് കാണുന്നത് അവരുടെ കാലിൻ്റെ അടിയിൽ കൂടെ നമുക്ക് മീനുകളെ കാണാം. അതായത് ഈ വലിയൊരു ഗ്ലാസ് ടാങ്കിൻ്റെ കുളത്തിൻ്റെ മുകളിൽ നല്ല കട്ടിയുള്ള ഗ്ലാസ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഈ സൈഡിൽ കാണുന്ന വഴി കൂടെ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ നടന്ന് മുകളിൽ നിന്ന് നമുക്ക് താഴോട്ട് മീനുകൾ നീന്തുന്നത് കാണാം. ശരിക്കും ഇത് വളരെ അത്ഭുതവും വളരെ എക്സൈറ്റഡ് ആക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് മീനുകൾ വളരെ ഇഷ്ടമാണ്. പ്രകൃതി സൗന്ദര്യം ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച ഞാൻ കണ്ടിട്ടേ ഇല്ല. അതുപോലെ ഈ സൈഡിൽ നിൽക്കുന്ന ചെടികളും ഇതെല്ലാം വലിയൊരു വുഡൻ സെക്ഷനിൽ അല്ലെങ്കിൽ വോളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്ലൈംബിംഗ് പ്ലാന്റ്സ് ആണ്. ഇതെല്ലാം പകുതി വെള്ളത്തിലും പകുതി ഈ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന വേലികളിലും ആക്കിയിരിക്കുന്ന ചെടികളാണ്. ഈ ചെടികൾ പകുതി വെള്ളത്തിലും, ഇപ്പം വെള്ളത്തിലും കുറേ ചെടികൾ ചട്ടി വെള്ളത്തിൻ്റെ അടിയിലും ഇലകളും മുകളിലുമായിട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് പ്രകൃതിയും മീനും എല്ലാം ഒരുപോലെ ചേരുന്ന ഒരു നല്ലൊരു സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ഗ്ലാസിൻ്റെ അടിയിൽ കൂടെ അവിടെ ഇവിടെയും കുഞ്ഞു കുഞ്ഞു മീനുകളെ കാണാം. ഇത് ഇപ്പം നിങ്ങൾ കാണുന്ന ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അത് ക്യാമറയിൽ പെട്ടതാണ്. മുകളിനകത്തുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ ലൈറ്റാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നത് ഓറഞ്ചും യെല്ലോ കളറിലുള്ള മീനുകളാണ്. ഇവിടുത്തെ ഈ അക്വേറിയത്തിൻ്റെ പ്രത്യേകത നല്ല കട്ടിയുള്ള ഗ്ലാസ് ടാങ്കാന്നുള്ളതാണ്. അതായത് നമ്മുടെ നാട്ടിൽ ടാങ്കിൻ്റെ കുളം ഉള്ളതുപോലെ ഒരു 5 ഇഞ്ച് വിഡ്ത്തിൽ കട്ടിയുള്ളൊരു ഗ്ലാസ് വെച്ചിട്ട് ഇത് കുളമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലിട്ടിരിക്കുന്ന ഗ്ലാസ് പാളിയും നല്ല കട്ടിയുള്ളതാണ്, ബ്രേക്ക് ആവത്തില്ല. ഒത്തിരി ആൾക്കാർ കയറി നിന്നാലും പൊട്ടാത്തതാണ്. അപ്പം നമ്മൾ ഇത്രയും കട്ടിയുള്ള ഈ ഗ്ലാസിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് മീനുകളെ നല്ല അടുത്ത് തന്നെ കാണാൻ പറ്റും. നമ്മുടെ കാലുകൾക്കിടയിലൂടെ മീനുകൾ പതുക്കെ നീന്തുന്നത് കാണാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെടും. കാരണം അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. കുറച്ച് സമയം ശാന്തമായിരിക്കാനായിട്ട് ഇത് വളരെ അനുയോജ്യമായ സ്ഥലമാണ്. ഇവിടെ പ്രകൃതി, വെള്ളം, മനുഷ്യൻ, ലൈറ്റ് ഇതെല്ലാം ചേർന്ന്
നമ്മുടെ യാത്രയുടെ തുടക്കം തന്നെ ഒരു മനോഹരമായ ഒരു അനുഭവം നൽകുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ചാങ്കി എയർപോർട്ടിൽ വരുന്നുണ്ടെങ്കിൽ, സിംഗപ്പൂർ എയർപോർട്ടിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെർമിനൽ 2 ഈ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ കാണണം. ഇത് നമ്മുടെ ഷോപ്പിംഗ് മാള് പോലെ തന്നെ ചെറിയൊരു ഏരിയയിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പറയാനേ പറ്റില്ല ഇതൊരു ക്രിയേറ്റഡ് ആണെന്ന്, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി, സിംഗപ്പൂരിൻ്റെ ഈ കാഴ്ചകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.